ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച നമ്മുടെ കൃത്യംഗങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഇതുവരെ PSC പരീക്ഷകളിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആരും ഇത് മിസ് ചെയ്യരുത്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. അപ്പൊ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 10 raised to 2y is equal to 25 എങ്കിൽ 10 raised to minus y എത്ര? ഇത് നമ്മുടെ 2000 മുതൽ LDC എറണാകുളം ജില്ലയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഓപ്ഷൻ എ -1/5, ബി -50, സി 1/25, ഓപ്ഷൻ ഡി 1/5. നമുക്ക് എന്തായാലും ആൻസറിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. 10 raised to 2y is equal to 25. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ ഒരു കൃത്യക രൂപം ആയതുകൊണ്ട് നമുക്ക് ഈ 25നെ കൃത്യക രൂപത്തിൽ എഴുതാം. എന്താണ് 5 raised to 2 അല്ലേ 25, 5 into 25. അപ്പൊ നമുക്ക് 10 raised to 2y is equal to 5 square എന്ന് എഴുതാം. നോക്കേ, ഇവിടെ രണ്ടിടത്തും ഒരു സ്ക്വയറിന്റെ ടേം ആണ് 2 2. ഇത് നമുക്ക് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് പറ്റും? 10 raised to y is equal to 5. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 10 raised to minus y എത്രയാണെന്നാണ്. അപ്പൊ നമുക്ക് ഈ 10 raised to നെ നമുക്ക് മൈനസ് y ആക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് 1/5 ആകും. ഓക്കെ, അത് മനസ്സിലായല്ലോ. 10 raised to minus y എത്രയാണ്? 1/5. 10 raised to y 5 ആണെങ്കിൽ 10 raised to minus y 1/5 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഏത് ആൻസർ ആണ് ശരി? ഓപ്ഷൻ ഡി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ √9 minus x is equal to 2 ആയാൽ എക്സിന്റെ വില എന്ത്? ഇത് 2005 കോഴിക്കോട് LDCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ പോകാം. അതിനു മുമ്പ് ഓപ്ഷൻസ്: ഓപ്ഷൻ എ 13, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 5. ആൻസറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആദ്യം തന്നെ എടുത്തെഴുതുകയാണ്. √9 minus x is equal to 2. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ ഒരു റൂട്ട് ഉണ്ട് അല്ലെ. നമുക്ക് ഈ റൂട്ട് കളയാൻ വേണ്ടി ഈ ഈക്വൽ ടുവിനെ രണ്ട് വശവും സ്ക്വയർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ റൂട്ട് കളയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് വശവും ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ സ്ക്വയർ ചെയ്യുകയാണ്, സ്ഥലപരിധി കൊണ്ടാണ്. അപ്പൊ ഇത് രണ്ടും വരുമ്പോൾ എന്താണ്? ഈ റൂട്ട് ക്യാൻസൽ ആയി പോകും. ഇവിടെ 9 minus x is equal to 2 square എന്ന് കിട്ടും. ഓക്കെ, 2 square എത്രയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, 4. അപ്പൊ 9 minus x is equal to 4. അപ്പൊ മൈനസ് എക്സ് എന്ന് വരുമ്പോൾ എന്താണ്? 4 minus 9 എന്ന് വരും. അതായത് -5 എന്ന് വരും. മൈനസ് എക്സ് ഈക്വൽ ടു -5 എന്ന് വരും. നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനാണ്? എക്സിന്റെ വില. അപ്പൊ എക്സ് ആകുമ്പോൾ എന്താണ്? ഈ രണ്ട് മൈനസും അപ്പുറപ്പുറത്തോട് ക്യാൻസൽ ആയിപ്പോ എക്സ് ഈക്വൽ ടു 5. അപ്പൊ നമ്മുടെ ഏത് ഓപ്ഷൻ ആണ് ശരി? ഓപ്ഷൻ ഡി. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതും നമ്മുടെ 2005 കോഴിക്കോട് LDCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. x² minus y² minus 1 ഹരണം x/y minus 1 is equal to എത്രയാണ്? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ആദ്യം ഞാൻ ആ ഇക്വേഷൻ ഇവിടെ ഒന്ന് എഴുതിയിടാം. എന്താണ്? a² minus b² by a minus b എന്ന് വന്നാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് a plus b ആണ്. ഓക്കെ, a² minus b² by a minus b എന്ന് പറയുന്നത് a plus b ആണ്. ഇത് നമുക്ക് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് a² minus b² കിട്ടും. അതൊക്കെ പിന്നീട് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഓപ്ഷൻസ് എല്ലാവരും കണ്ടല്ലോ. ഓപ്ഷൻ എ x plus y by y, ബി x minus y by y, സി x plus y, ഡി x minus y. ഇപ്പോ നമ്മളെല്ലാവരും എക്സ്പോണൻസ് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പ്രീവിയസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങള് ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ട്രൈ ചെയ്യണം. കിട്ടിയില്ലെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ തുടങ്ങാം. എന്താണ് ക്വസ്റ്റ്യൻ? x² by y² by y² minus 1 divided by, ഈ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഞാൻ ഇതിന് താഴെ എഴുതുകയാണ്, x/y minus 1. കണ്ടോ, ഇത് ഈ ഫോം അല്ലേ. അപ്പൊ ഇതിന്റെ ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? x/y plus 1 ആയിരിക്കും വരുന്നത്. x/y plus 1. ഓക്കെ, അപ്പോ
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്നത് ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കാം. x/y+1 എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഇക്വേഷനെ, അതായത് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ ഞാൻ വീണ്ടും എടുത്തെഴുതി x/y+1. ഇവിടെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പൊ എന്താ ചെയ്യാ, ഈ ഒന്നിന്റെ അടിയിൽ ഒരൊന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, x×1 എന്ന് പറയുന്നത് x പ്ലസ് നടുക്കുള്ള പ്ലസ് ഇവിടെ എഴുതി y×1 y ഡിവൈഡഡ് ബൈ y×1 താഴെ y. ഓക്കെ, ഇത് നമ്മുടെ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ, x+y/y. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, √3n = 81 എന്നാൽ എന്നിന്റെ വില. ഇത് 2005 കോട്ടയം ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് LDC എക്സാമിന്. നമ്മുടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്തെഴുതി √3n = 81. ഇതെന്ത് ചെയ്യാം, ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനില് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യനില് വന്നതാണ്. ഈ റൂട്ടുകളെ നമുക്ക് ഇക്വേഷൻ അപ്പുറം സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോകും. അപ്പൊ എന്ത് വരും, 3n = 81 സ്ക്വയർ എന്ന് വരും. നമുക്ക് ഈ സ്ക്വയർ അത് എങ്ങനെ എടുക്കാം, നമുക്ക് 81 × 81. 81 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണല്ലോ. ഇനി ഇവിടെ 3 ഫോം ആണല്ലോ. അപ്പൊ നമുക്ക് ഈ 81കളെയും 3 ഫോം ആക്കാം. അതായത് 3n = 3 എത്രയാണ് 81, 3/4. 3 × 3 9 × 3 27 × 3 81. നമുക്കിവിടെ 3/4 × 3/4 എന്ന് എഴുതാം. ഓക്കെ, 3/4 × 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3/8. അപ്പൊ 3n = 3/8. അതായത് n എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8. ഓക്കെ, അപ്പൊ n = 8. നമ്മുടെ ഓപ്ഷനിൽ എവിടെയാണ്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കൊല്ലം ജില്ലയിലെ 2005 LDC വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 3m+1 - 3m = 54 എങ്കിൽ m/m ന്റെ വില എന്ത്? ഓപ്ഷൻസ് എ 6, ബി 9, സി 27, ഡി 54. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുകയാണ്. 3m+1 - 3m = 54. ഓക്കെ, ഈ 3m+1 നമുക്കൊന്നും എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാണ്, 3m × 3 അല്ലെ? ഇത് ഒരുമിച്ച് എഴുതിയാൽ എന്തോരും 3m+1 എന്ന് വരില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. മൈനസ് ഈ 3m വീണ്ടും ഇറക്കി എഴുതി =54 ഇട്ടു. ഇതൊരു ടൈം, ഇതൊരു ടൈം. ഈ മൈനസിന് ഇപ്പുറമുള്ളതും അപ്പുറമുള്ളതും ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ് 3m. അപ്പൊ നമുക്ക് ആ 3m പുറത്തേക്ക് എടുക്കാം. ഞാനിതിനെ പുറത്തേക്ക് എടുത്തു, 3m ബ്രാക്കറ്റ് ഇട്ടു. അപ്പൊ ഇവിടെ എന്ത് വരും, 3m പോയാൽ ഇവിടെ എന്ത് വരും, ഇവിടെ 1 വരും ഇൻറ്റു ഇവിടെ എന്താണ് 3. അതിൽ നിന്ന് നമ്മളൊന്നും പുറത്തേക്ക് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, മൈനസ് ഇവിടെ എന്ത് വരും, 3m പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, 1 എഴുതി =54. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഈ 3m ഇവിടെ എഴുതി. ഇവിടെ എന്താണ്, 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. -1 3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2. അപ്പൊ × 2 = 54. ബാക്കി സൈഡിൽ എഴുതുകയാണ്. അപ്പൊ അതായത് 3m × 2 എന്ന് പറഞ്ഞാൽ 54 ആണെന്നാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയത്. അപ്പോ 3m എന്ന് പറഞ്ഞാൽ എന്താണ്, 54/2. ഈ 2 ഇപ്പുറത്തേക്ക് വരും. 54/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 27. ഓക്കെ, 3m = 27. അപ്പൊ അതായത് ഇത് നമ്മൾ 3ന്റെ കൃത്യം രൂപമായിട്ട് എഴുതണം. എന്താണ്, 27 എന്ന് പറയുമ്പോൾ 3/3 അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും m = 3 ആണെന്ന്. ഓക്കെ, ഞാൻ ഈ സൈഡ് ഒന്ന് മായ്ക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി m എന്ന് പറഞ്ഞാലാണ് 3 എന്ന്. m = 3 ആണെന്ന് കിട്ടി. നമുക്ക് എന്താണ് വേണ്ടത്, m/m ആണ് വേണ്ടത്.
ഓക്കെ, m റേസ് ടു m, അതായത് എന്താണ് 3 റേസ് ടു 3. 3 റേസ് ടു 3 എന്താണ് 27. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ സി. നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ, √64 ഇസ് ഈക്വൽ ടു 4 റേസ് ടു n ആയാൽ എന്നിന്റെ വില. ഇത് നമ്മുടെ 2007 കണ്ണൂർ LDCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1/5, ഓപ്ഷൻ ബി 3/2, ഓപ്ഷൻ സി 2/5, ഓപ്ഷൻ ഡി 4/5. നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. √64 is equal to 4 raised to n. √64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എല്ലാവർക്കും അറിയാം, 8 × 8 64. അപ്പോൾ 8 is equal to 4 raised to n. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഇതിനെ രണ്ടിനെയും ഏതെങ്കിലും ഒരു സംഖ്യയുടെ പ്രത്യേക രൂപമാക്കി എഴുതാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 raised to 3 ആണ് 8 അല്ലെ? അപ്പൊ ഞാനിവിടെ എഴുതി 2 raised to 3 ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 2. അപ്പോ 2 raised to 2 the whole raised to n. ഓക്കെ, ബാക്കി ഇപ്പുറം സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഞാൻ ഇതുപോലെ തന്നെ എടുത്തെഴുതി. 2 raised to 3 ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം? 2 raised to 2n എന്ന് എഴുതിക്കൂടെ? 2 raised to 2n, അതായത് 2n എന്ന് പറയുന്നതാണ് എന്ത്? 3. അപ്പൊ 2n ഈക്വൽ ടു 3. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ ബി 3/2. ഓക്കെ, അടുത്തത് എറണാകുളം ജില്ലയിൽ ചോദിച്ച LDC 2007 ഒരു ക്വസ്റ്റ്യൻ ആണ്. a raised to x plus y ഈക്വൽ ടു a raised to x plus z ഈക്വൽ ടു a raised to y എങ്കിൽ x into y minus z എത്ര? നമ്മുടെ ഓപ്ഷൻസ് A 1, B 0, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 4. നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. എന്താണ്? a raised to x plus y ഈക്വൽ ടു a raised to x plus z ഈക്വൽ ടു a raised to y ആണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x into y minus z ആണ്. ഓക്കെ, x into y minus z എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ആൻസർ എഴുതി തുടങ്ങാം. നോക്കി, ഇവിടെ 3 കൊടുത്തും a ആണ് അല്ലെ? മുകളിൽ വന്നിരിക്കുന്നതാണ് വ്യത്യാസം. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് 3ഉം ഈക്വൽ ആണെന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് അത് മാത്രം ഒന്ന് എടുത്തെഴുതാം. ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. x plus y ഈക്വൽ ടു x plus z ഈക്വൽ ടു y. ഇതിന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഈ സമം വന്നാൽ എന്താണ് അർത്ഥം? ഈ 3 ടേമും തുല്യമാണെന്നാണ് അർത്ഥം. അതായത് x plus y ഈക്വൽ ടു ആണ് x plus z, x plus y ഈക്വൽ ടു ആണ് y. ഈ x plus y ഈക്വൽ ടു ആണ് y എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലും y ഉണ്ട്, ഇതിലും y ഉണ്ട്, പക്ഷെ ഇത് തുല്യവുമാണ്. അതായത് അതിന്റെ അർത്ഥം ഈ എക്സിന് ഒരു വാല്യൂ ഇല്ലെന്നല്ലേ? എന്നാലും ഇത് തുല്യമാകുള്ളൂ അല്ലെ? ഈ y ഈക്വൽ ടു y വരണമെങ്കിൽ ഈ x എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടി x എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ x plus y ഈക്വൽ ടു y എന്നാണല്ലോ നമുക്ക് ഇതിന് മനസ്സിലായത്. പക്ഷെ അത് തുല്യമാകോ? ഇല്ല, കാരണം എക്സിന് ഒരു വിലയുണ്ട്. അപ്പൊ x 0 ആയാൽ മാത്രമേ ഇത് തുല്യമാകുകയുള്ളൂ. അപ്പൊ എക്സിന്റെ വില എന്താണ്? 0. ഇനി എക്സിന്റെ വില 0 ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പുകൾ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഈ ഇക്വേഷനിൽ നമ്മൾ ഈ എക്സിന് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഗുണനമല്ലേ? അപ്പൊ അത് മൊത്തം 0 ആയി പോകില്ല ഇക്വേഷൻ. സംശയം ഉണ്ടെങ്കിൽ ഞാനൊന്നും ഇവിടെ ചെയ്ത് കാണിക്കാം. നമുക്കിവിടെ x 0 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു y എന്ന് കിട്ടും. ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ബാക്കി എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു y, എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു y. x 0 ആണ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ്? z ഈക്വൽ ടു y വരും. ഇനി ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 0 ഇൻറ്റു y മൈനസ് സെഡ്. വൈയും സെഡും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അത്രേ ഉള്ളൂ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. 36 p⁻36 എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഇതും 2007 എറണാകുളം ജില്ലയുടെ ക്വസ്റ്റ്യൻ ആണ്. LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 18 p/36, ഓപ്ഷൻ ബി 6 p/18, ഓപ്ഷൻ സി 6 p/6, ഓപ്ഷൻ ഡി 18 p/6. ചെയ്യാം. നമ്മള് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി 36p⁻36ന്റെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സ്ക്വയർ റൂട്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സ്ക്വയർ റൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ചെയ്തു പോവാം. റൂട്ട് 36 എത്രയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എത്രയാണ്? 6 അല്ലേ? ഇനി ഇപ്പൊ എന്ത് വരും? റൂട്ട് p⁻36 ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ഈ റൂട്ട് p⁻36നെ നമുക്ക് എന്തെന്ന് എഴുതാം? നമുക്ക് 6 എടുത്ത് എഴുതാം. 6 ഇൻറ്റു റൂട്ട് p⁻36നെ നമുക്ക് p⁻36 ഇൻറ്റു 1/2 എന്ന് എഴുതാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയതെന്ന് സംശയം വരാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്? a⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് a ആണെന്ന്. ഓക്കെ, റൂട്ട് a ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൂട്ട് a എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻1/2. അപ്പൊ റൂട്ട് p⁻36 എന്ന് പറഞ്ഞാൽ എന്താണ്? p⁻36 × 1/2. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത്. അപ്പൊ നമുക്കിത് ചെയ്യാം. വെട്ടിക്കളയുമ്പോൾ എന്ത് വരും? 6 × 36 2 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 18 പ്രാവശ്യം. 36ന്റെ പകുതി 18. 6 × p⁻18. ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷൻ ബി കണ്ടോ? 6 × p⁻18. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റിനും 2007 എറണാകുളം LDC എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 5x⁻m = 5 എങ്കിൽ m എത്ര? നമ്മുടെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ ഡി 1/5. നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. 5x⁻m = 5. അങ്ങനെയാണെങ്കിൽ x⁻m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 5 നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം. 5/5. 5/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പൊ x⁻m = 1. അങ്ങനെയാണെങ്കിൽ m എന്തായിരിക്കും? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏതൊരു സംഖ്യയുടെയും ഏതോ ഒരു സംഖ്യ വന്നാൽ മാത്രമേ ആൻസർ 1 വരുള്ളൂ എന്ന്. അത് ഏതായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട് a⁻0 = 1 ആണ്. 100⁻0 = 1 ആണ്. അപ്പൊ x⁻ എന്ത് വന്നാലാണ് ഇവിടെ 1 കിട്ടുക? x⁻0. അപ്പൊ നമ്മുടെ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും? 0. ഓക്കെ, 0 നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി 0. കണ്ടോ? അപ്പൊ നമ്മള് LDC 2007 എറണാകുളം ജില്ലയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കൃത്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ എന്തായാലും എല്ലാവരും പഠിക്കണം. കണ്ടോ, മാക്സിമം 3 ക്വസ്റ്റ്യൻ വരെ ഒരു എക്സാമിൽ തന്നെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ഉറപ്പായിട്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഫോളോ ചെയ്യുക. അടുത്തത് 2008 എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എന്നൊരു പരീക്ഷയിൽ നിന്ന് ചോദിച്ച നമ്മുടെ എക്സ്പോണൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 5⁻2 3 എങ്ങനെ ചെയ്യാം? ഇത് നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ഇവിടെ ഇക്വേഷൻ കൊടുക്കാം. നമ്മൾ വിട്ടുപോയൊരു ഇക്വേഷൻ ആണിത്. നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ a⁻m⁻p എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണെന്ന് വെച്ചാൽ a⁻m⁻p. മനസ്സിലായോ? അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ raised to എന്ന് വന്നിട്ടുള്ള 3 നമ്പറുകളും കൂടി അങ്ങ് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എഴുതാം നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഞാനൊന്ന് വായിക്കട്ടെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എഴുതിയെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ, നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ്? 5⁻2 3 അപ്പൊ എന്താണ് ആൻസർ എന്ന് പറഞ്ഞാൽ 5⁻2 × 3 × 3 എത്രയാണ്? 2 × 3 6 × 3 18. അപ്പൊ 5⁻18 ഉണ്ടോ? അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ട്. ഓപ്ഷൻ ഡി 5⁻18.
നമ്മുടെ 2008 എക്സൈസ് ഗാർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ക്വസ്റ്റ്യൻ? 100⁵3/2 ഈക്വൽ ടു എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് 503, 10, 300/2, 1000. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. 100⁵3/2. നമുക്ക് ഈ 100⁵3/2 എന്താണ് ക്വസ്റ്റ്യൻ. ഈ 100നെ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യം രൂപത്തിലാക്കാം. എന്ത് ചെയ്യാം? 10⁻2 എന്ന് എഴുതാം. 10⁻2 എന്ന് പറയുന്നത് 100 ആണ്. ഇതിവിടെ കൊടുക്കാം ഇൻറ്റു 3/2. അപ്പൊ എന്ത് ചെയ്യാം? ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി എത്ര വരും? 10⁻3. 10⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 1000. ഓപ്ഷൻ ഡി. അടുത്തതും നമ്മുടെ 2008 എക്സൈസ് ഗാർഡിന്റെ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 3⁻2 ഇൻറ്റു 3⁻4 എന്ന് പറഞ്ഞാൽ എത്ര? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാല്ലേ. നമുക്ക് നോക്കാം. 3⁻2 ഇൻറ്റു 3⁻4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ മുകളിലത്തെ രണ്ടും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എഴുതാം 3⁻2 എത്രയാണ്? -2 പ്ലസ് -4. ഈ മൈനസും പ്ലസും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പറയാം. ഒരേപോലത്തെ ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടാൻ വരുമ്പോൾ നമ്മൾ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെ ചേർക്കണം. ഓക്കെ. അപ്പൊ 3⁻2 എത്ര വരും? 4 2 6 -6. 3⁻6 നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ. നമ്മുടെ അടുത്തത് നമ്മുടെ 2008 എക്സൈസ് ഗാർഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 2⁻1/2 ഇൻറ്റു 4⁻1/8 ഇൻറ്റു 16⁻1/8 ഇൻറ്റു 64⁻1/24 ഈക്വൽ ടു എത്ര? നമ്മുടെ ഓപ്ഷൻസ് എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 3. നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുകയാണ്. എന്താണ്? 2⁻1/2 ഇൻറ്റു 4⁻1/8 ഇൻറ്റു 16⁻1/8 ഇൻറ്റു 64⁻1/24. നമുക്കിവിടെ 2⁻1/2 ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ടേംസിനെയും 2വിന്റെ കൃത്യം രൂപമാക്കി മാറ്റണം. അപ്പൊ ഞാൻ വീണ്ടും എടുത്തെഴുതി 2⁻1/2 ഇൻറ്റു 4നെ നമ്മുടെ 2വിന്റെ കൃത്യം രൂപമാക്കുമ്പോൾ എത്രയാണ്? 2⁻2. 2⁻2 ഇൻറ്റു ഈ 1/8 നമുക്ക് ഇവിടെ ഇൻറ്റു ചെയ്യാം. 1/8 ഇൻറ്റു 16നെ 2വിന്റെ കൃത്യം രൂപമാക്കുമ്പോൾ എത്ര കിട്ടും? 2⁻4. 2⁻4 ഇൻറ്റു 1/8 വീണ്ടും ഇൻറ്റു 64നെ ആക്കുമ്പോൾ 2⁻6. 2⁻6 ഇൻറ്റു 1/24. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ഇത് ഓരോന്നും വെട്ടി കളയാം. ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ തന്നെ എഴുതി 2⁻1/2 ഇൻറ്റു ഈ 2/8 കൂടെ വെട്ടി പോകുമ്പോൾ ഇവിടെ ബാക്കി എന്ത് വരും? 2⁻1/4. 8ൽ 2 4 പ്രാവശ്യം ഇൻറ്റു 2⁻. ഈ 4ഉം 8ഉം കൂടെ വെട്ടി പോകുമ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. അപ്പൊ 2⁻1/2 ഇൻറ്റു 2⁻. ഈ 6 24ൽ എത്ര വരും? 6 4 24. അപ്പൊ 2⁻1/4. ഓക്കെ. മോളൊക്കെ സ്റ്റെപ്പ് ഒന്ന് വായിക്കുന്നുണ്ട്. നോക്കിയേ, ഇവിടെ 2⁻1/2 2⁻1/2 എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് ഉണ്ട്. അരയും അരയും എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 2⁻1. 2⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പൊ ഞാനിവിടെ 2 മാത്രം എഴുതി. ഇൻറ്റു വീണ്ടും 2⁻1/4ന്റെയും രണ്ട് ടേംസ് ഉണ്ട്. കാലും കാലം എത്രയാണ്? അര. അപ്പൊ ഞാൻ 2⁻1/2 എന്ന് എഴുതി. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു ഈ 2⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √2 എന്ന് എഴുതി. ഇപ്പോഴും നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ മൊത്തത്തിലൊന്ന് സ്ക്വയർ ചെയ്യും. മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു √2നെ സ്ക്വയർ ചെയ്താൽ എന്താണ് ആൻസർ? 2. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 8. ഏതാണ് നമ്മുടെ ഓപ്ഷൻ? സി. ഓക്കെ. അപ്പൊ ഇതും നമ്മുടെ എക്സൈസ് ഗാർഡിന്റെ 2008 നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് 2011 LDC തൃശ്ശൂരിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സെയിം മോഡൽ എന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് ക്വസ്റ്റ്യൻ? 27 raised to 1/3 into 8 raised to 2/3 into 125 raised to -2/3 into 16 raised to -1/2 ഈക്വൽ ടു എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1/25, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3/25, ഓപ്ഷൻ ഡി 3/5. നമുക്ക് ഇതെല്ലാം ആൻസർ ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടല്ലോ, എല്ലാവർക്കും കാണാം. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, 27 മുകളിൽ 1/3 എന്നാണല്ലോ കൊടുത്തേക്കുന്നത്. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 27 3ന്റെ കൃത്യം രൂപത്തിൽ എഴുതുകയാണ്. എന്താണ്? 3 raised to 3 ആണ് 27. 27 ഞാൻ 3 raised to 3 എന്ന് എഴുതി. അപ്പൊ നോക്കി, 3 raised to 3 into 1/3 into അടുത്തത് 8 raised to 2/3 ആണ്. 8 raised to 2/3. 8നെ ഞാൻ എന്ത് ചെയ്തു? നമുക്ക് 3 ക്യാൻസൽ ചെയ്ത് കളയണല്ലോ. അപ്പൊ 2 raised to 3 8 ആണല്ലോ. 2 raised to 3 into 2/3 into 125. ഏത് സംഖ്യനെ 3 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 125 കിട്ടുന്നത്? 5 into 5 into 5 ആണ് 125. അപ്പൊ 125നെ നമുക്ക് 5 raised to 3 എന്ന് എഴുതാം. 5 raised to 3 into -2/3 into ഇനി ഇവിടെ ഉള്ളത് 16 raised to 1/2 ആണ്. കണ്ടോ, ഇതിന്റെ ഇടയിൽ 2 ആണ്, ബാക്കി എല്ലാത്തിന്റെ ഇടയിൽ 3 ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ 16 എന്തായിരുന്നു? നമുക്ക് 2 ആണ് ക്യാൻസൽ ചെയ്ത് കളയേണ്ടത്. നമുക്ക് 4 raised to 2 എന്ന് എഴുതാം. 4 raised to 2 ആണല്ലോ 16. അപ്പൊ ഞാനിവിടെ 4 raised to 2 എന്ന് എഴുതി into -1/2. ഇനി നമുക്ക് വെട്ടി കളയാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ 3യും 3യും വെട്ടി, ഈ 3യും 3യും വെട്ടി, ഈ 3യും 3യും വെട്ടി, ഈ 2വും വെട്ടി. ഓക്കെ, ഇനി ബാക്കി എന്തുണ്ട്? 3 raised to 1 into 2 raised to 2 into 5 raised to -2 into 4 raised to -1. ഇനി ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ മൈനസ് ഉള്ള ടേംസിനേക്ക് നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, എങ്ങനെ താഴേക്ക് കൊണ്ടുവരുന്നത്? നമ്മുടെ മുകളിലുള്ള ഞാൻ അങ്ങനെ തന്നെ എഴുതാണ്. 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 ആണ് into 2 raised to 2 divided by 5 raised to 2. താഴേക്ക് വരുമ്പോൾ മൈനസ് ചിഹ്നം പോകും. into 4. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? 2 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. 4 into 3 12 divided by 5 square എന്ന് പറഞ്ഞാൽ 25 into 4 എത്രയാണ്? 100. അപ്പൊ 12/100 കിട്ടും. ഇനി ഈ ആൻസർ നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വെട്ടിക്കളയാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം വെട്ടിക്കളയാം, അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് തന്നെ വെട്ടിക്കളയാം. ഓക്കെ, ഇവിടെ 4 കിട്ടും, ഇവിടെയും 4 കിട്ടും. നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് നേരെ കിട്ടും ആൻസർ എന്താണ്? 3/25. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3/25 ആണ്. 3/25 നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. നമ്മുടെ ഓപ്ഷൻ സി. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. 5 raised to 2x - 1 is equal to 3125 ആയാൽ എക്സിന്റെ വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും നമ്മുടെ 2011 തൃശ്ശൂർ LDCയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിന്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 1. നമുക്ക് സമയം കഴിഞ്ഞിട്ട് വേഗം ആൻസറിലേക്ക് പോവാം. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ LCM ആദ്യം കാണണം. കാരണം നമുക്ക് റേസ് ടു ആണല്ലോ കാണാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ സംഖ്യയുടെ LCM കാണണം. അതിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 5 raised to 2x - 1 equal to 3125. ഓക്കെ, അപ്പൊ ഞാൻ ഈ സൈഡിലായിട്ട് അതിന്റെ LCM ഒന്ന് കണ്ടിടുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ LCM. 3125 625, വീണ്ടും 125, 25, 5. എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5. ഓക്കെ, അപ്പൊ 3125 എന്ന് പറഞ്ഞാൽ 5 raised to 5 ആണ്. ഓക്കെ, ഈക്വൽ ടു 5 raised to 5. അതായത് ഇത് ഈക്വൽ ടു ഇതാണ്. അപ്പൊ 2x - 1 എന്ന് പറയുന്നത് എന്താണ്? 2x - 1 ഈക്വൽ ടു 5. മനസ്സിലായില്ലേ? ഈ 5 അല്ലാട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ റേസ് ടു 5 ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന് നമുക്ക് 2x കാണാം. 2x എന്ന് പറയുന്നത് എന്താണ്? -1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 5 + 1 ആകും.
അതായത് 6 ആകും. അതിൽ നമുക്ക് എക്സ് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6/2. 6/2 എത്രയാണ്? 3. ഓക്കെ, അപ്പൊ എക്സിന്റെ വില 3. അപ്പൊ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ബി. അപ്പൊ നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് LDC 2011 പാലക്കാട് ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 144/1/2 പ്ലസ് 216/1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 17, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 16. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരുപാട് മോഡലുകൾ ചെയ്തതാണ് ഇക്വേഷൻസ് പഠിച്ചപ്പോൾ. ഏതാണ് ഇക്വേഷൻ? a⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എ ആണ്. അതുപോലെ തന്നെ a⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എ. ഓക്കെ, എന്താണ് ഇക്വേഷൻ? ഞാനിവിടെ എഴുതാം. a⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എ ആണ്. അതുപോലെ a⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എ ആണ്. ഓക്കെ, ഇക്വേഷൻ ഓർമ്മ വന്നോ? അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ 144/1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 144. 144 റൂട്ട് എല്ലാവർക്കും അറിയാമല്ലോ, 12 പ്ലസ് 216ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 6. 6 × 6 × 6 ആണ് 216. 12ഉം 6ഉം എത്രയാണ്? 18. ഈസി അല്ലേ? ഓപ്ഷൻ എ. നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും പാലക്കാട് 2011 LDC എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? a⁻3² എത്ര? ഓപ്ഷൻസ് a⁵5, a⁵6, a⁵9, none of these. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. a⁻3² എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻3 × 2, അതായത് 3 × 2 എത്രയാണ്? 6. ആൻസർ എന്ന് പറയുന്നത് a⁻6. നമുക്ക് ചെയ്തു പോലും നോക്കാതെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആൻസർ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. അപ്പൊ നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ, x + 1/x = 2 ആയാൽ x² + 1/x² എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 6. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് തിരുവനന്തപുരത്ത് LDC 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക്, എക്സ്പൊണൻസ് നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ്? x + 1/x = a ആണെങ്കിൽ x² + 1/x² a² - 2 ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഏതെങ്കിലും ഒരു എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതി സമയം കളയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോവാം. എന്താണ്? a² - 2 ആണ് ഇക്വേഷൻ. അപ്പൊ a എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? 2² - 2. ഓക്കെ, a² - 2, 2² - 2. അപ്പൊ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, -2. 4 - 2 എത്രയാണ്? 2. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, ഇത് നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കൊല്ലം ജില്ലയിലെ 2011 LDC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 8x⁷7 / 4x⁴ ഹരണം 2x⁴. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഇത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ടൈപ്പാണ്. അപ്പൊ ആദ്യം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2x⁴, ഓപ്ഷൻ ബി 2x², ഓപ്ഷൻ സി x⁴, ആൻഡ് ഓപ്ഷൻ ഡി 1. അപ്പൊ ഞാൻ ആൻസർ എഴുതട്ടെ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. ഞാൻ എഴുതി 8x⁷7 / 4x⁴ ഹരണചിഹ്നം 2x⁴. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ടേമിനെ ചെയ്യാം. ഓക്കെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എന്താണ് ഈ ഹരണത്തിന്റെ അർത്ഥം. ഇതിൽ ഇത് കുറക്കാന്നുള്ളതാണ്. പക്ഷെ അല്ലാതെ നമ്പേഴ്സിന്റെ കേസിൽ അങ്ങനെയല്ല, നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് ഈ 4 ഈ 8 കൊണ്ട് വെട്ടി. അപ്പൊ ഇവിടെ എന്ത് വരും? 2 വരും. 8ൽ 4 2 പ്രാവശ്യമാണല്ലോ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൃത്യംഗത്തിലെ റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? x⁷7 നിന്ന് x⁵3 മൈനസ് ചെയ്യാം. എത്രയാണ്? 7 ന്ന് 3 പോയാൽ 4. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് കിട്ടി? 2x⁴ കിട്ടി. ഇനി വീണ്ടും ഹരണം എടുത്തെഴുതി, ഇപ്പുറത്തെ ടേം എഴുതി 2x⁴. നോക്കി, ഇവിടെയും 2x⁴, ഇവിടെയും 2x⁴. അപ്പൊ അതായത് എന്താണ് ഇവിടെ ആൻസർ? എന്തായിരിക്കും? 2x⁴/2x⁴ എന്ന് പറഞ്ഞാൽ താഴെയും മുകളിലും ഒരേപോലെ വന്നാൽ എന്താണ് ആൻസർ? 1. ഓക്കെ, അപ്പൊ നമ്മുടെ ഏത് ഓപ്ഷൻ ആണ് ശരി? ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ 20ഉം 21ഉം ക്വസ്റ്റ്യൻസ് നമ്മുടെ 2011 പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. 17⁵3.5
ഇൻറ്റു 17/7.3 ഹരണം 17/4.2 ഈക്വൽ ടു 17x ആയാൽ എക്സിന്റെ വില. അപ്പൊ എന്താണ് നോക്കിയേ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം ഇങ്ങനെ ഒരു ഇത് വന്നാൽ, ഇങ്ങനെ ഇൻറ്റു വന്നാൽ നമുക്ക് മോളിലുള്ള ടേംസ് തമ്മിൽ കൂട്ടാനാണ്, അതുപോലെ ഹരണം വന്നാൽ ഇത് തമ്മിൽ കുറയ്ക്കാനാണെന്നൊക്കെ അറിയാം. വെറുതെ പ്രോബ്ലം ചെയ്ത് സമയം കളയരുത്, പകരം ഓപ്ഷനിൽ നിന്ന് അതിന് കിട്ടുമോ എന്നുള്ളത് നോക്കാം. അതല്ലെങ്കിൽ സ്റ്റെപ്സ് കുറച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്തെടുക്കാം. ഈ 17ന്റെ ആവശ്യമൊന്നും നമുക്കില്ല, നമുക്കിത് മാത്രം ഡയറക്റ്റ് ആയിട്ട് എടുത്തെടുക്കാം. എന്താണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്? 3.5 പ്ലസ് 7.3 മൈനസ് 4.2 ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ദശാംശങ്ങൾ തമ്മിൽ കൂട്ടാനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കൊന്ന് എഴുതി കൂട്ടി നോക്കാം. ആദ്യം തന്നെ 3.5 പ്ലസ് 7.3 എത്രയാണ് നോക്കാം. 3.5 പ്ലസ് 7.3 എത്രയാണ്? 5 3 8 പോയിന്റ് ഇടുക, 7 3 10 10.8 കിട്ടി. ഇനി മൈനസ് ചെയ്യേണ്ടത് ഏതാണ്? 4.2 ആണ്. അത് നമുക്ക് ഇതിന്ന് മൈനസ് ചെയ്യാം. ഞാൻ എഴുതി 4.2. എന്താണ്? 8ന്ന് 2 പോയാൽ എത്രയാണ്? 6. 10ന്ന് 4 പോയാൽ എത്രയാണ്? 6. നടുക്ക് പോയിന്റ്. അപ്പൊ നമ്മുടെ ആൻസർ 6.6. ഓക്കെ, ഓപ്ഷനിൽ ഏതാണ് നോക്കിയേ? ഓപ്ഷൻ സി 6.6. ഓക്കെ, ഓപ്ഷൻ സി. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ഇക്വേഷൻ x പ്ലസ് 1/x is equal to 3 ആയാൽ x² പ്ലസ് 1/x² is equal to എത്ര? ഞാൻ എന്ത് ഇക്വേഷനാ പറഞ്ഞത്? ഇങ്ങനെ ഒരു വന്നാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് a² മൈനസ് 2 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഇക്വേഷൻ ഒന്നും എഴുതുന്നില്ല. a എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ a² മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3² മൈനസ് 2. 3² എത്രയാണ്? 9. 9 മൈനസ് 2 എന്ന് പറയുന്നത് 7. ഓപ്ഷൻ സി. അപ്പൊ നമ്മുടെ 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ 2011 LDC കോട്ടയം ജില്ലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 43,062 എന്ന് വെച്ചാൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആണ് ഈ കിടക്കുന്നത്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, ഒരുപാടുണ്ട് വായിക്കാൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇത് മറ്റേ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആ ഒരു മോഡൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്കിത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യാം, വേറെ എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കാം എന്താണ്, എത്ര അക്കമുണ്ട്. നമ്മള് മലയാളത്തിൽ പറയാം 1, 10, 100, 1000, 10,000 ആ ഒരു രീതിയിൽ. അപ്പോ 10,000ന്റെ സ്ഥാനത്ത് വരുന്നത് ഏതാണ്? 4 ആണ് അല്ലെ. അപ്പോ 4 × 10⁴ ആണ് വരേണ്ടത്. 10⁴ എന്ന് പറയാൻ കാരണം എന്താണ്? കണ്ടോ, 4 0 വരുന്നുണ്ട് 10,000-ന്. അപ്പൊ 4ന്റെ ഒപ്പം വരേണ്ടത് 10⁴ ആണ്. 4 × 10⁴ ഇതിൽ ഏത് ഓപ്ഷനിലാണ് വരുന്നത്? ഓപ്ഷൻ ബിയിൽ. കണ്ടോ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് കിട്ടി. എന്നാൽ നമുക്ക് ബാക്കി ടൈംസും കൂടെ ഒന്ന് നോക്കാം. പ്ലസ് അടുത്തത് 3. 3 × 10⁻³ ആണ് വരേണ്ടത്. നോക്കി, 3 × 10⁻³ വന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ 10⁻²ന്റെ ഒപ്പം ഒന്നും വരില്ല, 0 മാത്രം. അതുപോലെ തന്നെ ഇവിടെ 0 മാത്രമാണ്. ഇനി 6 × 10⁻1 ആയിരിക്കും, 2 × 10⁻0 ആയിരിക്കും. 10⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് ലഘൂകരിക്കുക. ഇത് നമ്മുടെ 2011 എറണാകുളം ജില്ലയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ സിമ്പിൾ ആണ്, നമുക്ക് ചെയ്യാം. ആൻസർ 2⁻20 ഹരണം 2⁻15 ഇൻറ്റു 2⁻3 എത്ര എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചെയ്ത് നോക്കാതെ ഉള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചെയ്യാം, ചെയ്ത് സമയം കളയണ്ട. ഇത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാം. ഹരണം വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറയ്ക്കാനാണെന്ന്. അപ്പൊ 20ന്ന് 15 പോയാൽ എത്രയാണ്? 5. 2⁻5 ഇവിടെ കിട്ടും. ഇനി ഇൻറ്റു 2⁻3. അപ്പൊ എന്താണ്? ഇവിടെ കൂട്ടാനാണ്. ഞാനിത് എഴുതാം. 20ന്ന് 15 പോയാൽ 2⁻5 കിട്ടി ഇൻറ്റു 2⁻3. ഇത് തമ്മിൽ കൂട്ടാം. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ 2⁻8. 5 3 8. ഓക്കെ, 2⁻8 ഏതാണ്? ഓപ്ഷൻ ഡി. നിങ്ങള് പ്രോബ്ലം ചെയ്ത് നോക്കാതെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ വെറുതെ ചെയ്ത് സമയം കളയരുത്. കാരണം എക്സ്പോണൻസിലെ പകുതിയോളം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ടഫ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ എക്സാംസിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വായിക്കാം. 1 + 1/2 1 പ്ലസ് 1/3 1 പ്ലസ് 1/4 1 ഈസ് ഈക്വൽ ടു എത്ര എന്നാണ് 2011 ഇടുക്കി ജില്ലയിൽ LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് ചെയ്യാം.
ആൻസർ ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യം തന്നെ 1 നമുക്ക് എടുത്തെഴുതാം. 1 പ്ലസ് 1/2 the whole raised to minus 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 raised to minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. ഓക്കെ, 2 raised to minus 1 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ 1/2 the whole raised to minus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/1 ആയിരിക്കില്ലേ? ഡിനോമിനേറ്ററിൽ വരും 2. 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. ഓക്കെ, അതായത് 2 raised to minus 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 raised to minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ 1/2 raised to minus 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1/3 raised to minus 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1/4 raised to minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 3 7 2 9 1 10. ഈസി അല്ലേ? എത്രയാണ് നമ്മുടെ ഓപ്ഷൻ സി 10. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ. √10 the whole square equal to എത്ര? LDC മലപ്പുറം ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2011. നമ്മുടെ ഓപ്ഷൻ എ 1, ബി 100, സി 20, ഡി 10. ഇത് ചെയ്യേ വേണ്ട. നമുക്കറിയാം റൂട്ടിന്റെ മുകളിൽ സ്ക്വയർ വന്നാൽ ഈ റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പൊ ആൻസർ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 26ാമത്തെ ക്വസ്റ്റ്യൻ. കോഴിക്കോട് 2011 LDCയിലെ ക്വസ്റ്റ്യൻ ആണ്. 27 raised to 1/6 into 27 raised to 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 3, 9, 27, 36. നമുക്ക് വേഗം ചെയ്യാം. നമുക്ക് അറിയാവുന്ന മെത്തേഡ് ആണല്ലേ. നമ്മൾ ഈ മെത്തേഡിൽ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു. എന്താണ്, നമുക്ക് ഇതിനെ ഒരു കൃത്യം ഗ്രൂപ്പ് ആക്കിയിട്ട് ഈ 1/6 ആയിട്ട് വെട്ടിക്കളയണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? 27 നമുക്ക് എന്തിന്റെ കൃത്യം ഗ്രൂപ്പുമായിട്ട് എഴുതാം? 3ന്റെ എഴുതാം അല്ലേ. 3 raised to 3 27 ആണല്ലോ. ഞാനിവിടെ എഴുതുകയാണ് 3 raised to 3 into 1/6 into ഇവിടെ അത് തന്നെയല്ലേ 3 raised to 3 into 1/6. വെട്ടിക്കളഞ്ഞു. 3ഉം 6ഉം കൂടെ വെട്ടി എന്ത് വരും? 6ൽ 3 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 2 പ്രാവശ്യം. ഇവിടെയും അത് തന്നെ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 3 raised to 1/2 into 3 raised to 1/2 എന്ന് കിട്ടും. 3 raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √10. അപ്പൊ 3 raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √3. ഞാൻ ഇവിടെ ഈക്വൽ ടു എഴുതാണ്. √3 into √3. √3 into √3 എത്രയാണ്? 3. അപ്പൊ നമ്മുടെ ഏത് ഓപ്ഷനാണ് ശരി? നമ്മുടെ ഓപ്ഷൻ എ. ഇനി വയനാട് ജില്ലയിലെ 2011 LDC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രിയ ചെയ്ത് വില കാണുക. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? 8/9 മൈനസ് 10/18 ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. ഈ കാണുന്നതൊക്കെയാണ് ഓപ്ഷൻസ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇവിടെ മുകളിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത് എഴുതുന്നില്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 8/9 ആണ്, മൈനസ് 10/18 ആണ്. മൈനസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 10/18 നമുക്കൊന്ന് വെട്ടി ചെറുതാക്കാം. ഈ ടേമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെട്ടി ചെറുതാക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ടേം ഒന്ന് എടുത്ത് എഴുതുകയാണ്. 8/9 എടുത്തെഴുതി. മൈനസ് 10/18 ഞാൻ 2 കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ എന്ത് കിട്ടും എനിക്ക്? 10ൽ 2 5 തവണ ഡിവൈഡഡ് ബൈ 18ൽ 9 തവണ. ഓക്കെ, ഞാൻ സ്ക്വയർ ഇട്ട് കൊടുത്തു. ഇപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ 9 ആയി. ഡിനോമിനേറ്റർ ഇതുപോലെ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഇന്ന് നമ്മളൊന്നും നോക്കണ്ട, മുകളിലുള്ളത് നമുക്ക് ക്രിയ ചെയ്യാം. അപ്പൊ നമുക്ക് 8 - 5 എത്ര കിട്ടും? 3 കിട്ടും. 3/9 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം. 3 × 3 എത്രയാണ്? 9. 9 × 9 81. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഈ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ. 9/81, ഓപ്ഷൻ സി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ 2 raised to 2n equal to 64 ആയാൽ 2 raised to n plus 1 plus 4ന്റെ വില. ഇത് 2011 വുമൻ എക്സൈസ് ഗാർഡിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓപ്ഷൻസ് 36, 20, 12, 18. നമുക്ക് ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മുടെ ആൻസറിന്റെ LCM കാണണം. നമുക്ക് ആദ്യം തന്നെ 64ന്റെ LCM ഒന്ന് കാണാം. 64
ഇതാണ് നമ്മുടെ LCM. നമുക്ക് നോക്കാം 2 എത്ര തവണ വന്നു? 1 2 3 4 5 6. ഓക്കെ, അപ്പൊ 2⁶ ആണ് 64 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ 2⁴ ഈക്വൽ ടു 64 ഈക്വൽ ടു 2⁶. ഇത് നമുക്ക് എന്ത് മനസ്സിലായി? 2n എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് മനസ്സിലായി. ഞാൻ അത് മാത്രം എഴുതി. 2n ഈക്വൽ ടു 6. അപ്പോ n എന്ന് പറയുന്നത് 6/2 ആയിരിക്കും 3. ഓക്കെ, അപ്പൊ n വാല്യൂ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2n + 1 + 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ് ആൻസർ. 2n + 1 + 4. 2n + 1 + 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ 2 എഴുതി. n എന്ന് വെച്ചാൽ 3 ആണ്. 3 + 1 എന്ന് പറയുമ്പോൾ 4 + 4. 2⁴ എത്രയാണ്? നമുക്ക് ഈ LCM തന്നെ കിട്ടും അല്ലേ? കണ്ടോ, 4 4 വരുമ്പോൾ 16. അപ്പൊ 16 + 4. 16 + 4 എത്രയാണ്? 20. ഓപ്ഷൻ ബി. അപ്പൊ അടുത്തത് 2011 ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 29ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 15⁻³ - 3 ഇൻറ്റു 15⁻⁻7 ഡിവൈഡഡ് ബൈ 15⁻2 ഇൻറ്റു 15⁻5 ഈക്വൽ ടു 1/15m ആണെങ്കിൽ m എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് -17, 17, 3, -3. ചെയ്തു തുടങ്ങാം. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ ഇൻറ്റു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുകളിലത്തത് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ 15 എഴുതി. റേസ് ടു എത്രയാണ്? -3 + -7. ഞാനിവിടെ എഴുതുകയാണ് -3 + -7. ഓക്കെ, ഡിവൈഡഡ് ബൈ 15⁻². ഇവിടത്തെ -2 + -5. -2 + -5 ഈക്വൽ ടു എന്ത് വരും? 15⁻². ഒരേ ജാതി ചിഹ്നം വന്നാൽ തമ്മിൽ കൂട്ടി അതേ ചിഹ്നം എന്നാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സാറ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ മൈനസ് വന്നാൽ മൈനസ് തന്നെ ചേർക്കാം. 7 3 എത്രയാണ്? 10. -10 ഡിവൈഡഡ് ബൈ 15⁻². -2 + -5 എന്ന് പറയുമ്പോൾ -7. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 10 ന്ന് 7 കുറക്കാം. 15⁻² -10 -7. ഓക്കെ, നോക്കിയേ, -10 -7 എന്ന് വരുമ്പോൾ ഈ രണ്ട് മൈനസ് ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നല്ലോ. അപ്പൊ നമുക്കിത് രണ്ടും പ്ലസ് ആക്കാം. അതായത് ഞാൻ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാല്, വ്യത്യസ്ത ജാതി ചിഹ്നം വന്നാൽ തമ്മിൽ കൂട്ടി വലുതിന്റെ ചിഹ്നം ചേർക്കണം എന്നാണ്. ഓക്കെ, അപ്പോ 15⁻³ -3 വരും അല്ലെ? -10 + 7 എന്ന് പറയുമ്പോ -3, വലുതിന്റെ ചിഹ്നം മൈനസ് ആണല്ലോ. അങ്ങനെ ഇനി 15⁻³ -3 ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? m എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ 15⁻³ നമുക്ക് 1/15⁻³ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഈ m ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ m ഇവിടെ എന്താണ്? 3 ആണ്. ഓക്കെ, ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇവിടെ ഇത് ചെയ്ത് വരുമ്പോൾ 15⁻³ എന്ന് കിട്ടും. നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും അതാണ് ആൻസർ എന്ന്. അപ്പൊ m എന്ന് പറയുന്നത് -3 ആയിട്ട് എടുത്ത് നമ്മൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ അതിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആൻസർ 1/15m ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ ആൻസറിനെ എത്തിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ 15⁻³ എത്രയാകും? 1/15⁻³ ആകും, +3 ആകും. ഓക്കെ, അപ്പൊ നമ്മുടെ m എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി. ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ 30ാമത്തെ ക്വസ്റ്റ്യൻ, ലഘൂകരിക്കുക. 9² × 27² × 3/312. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ 2011 LDC എക്സാമിന് ചോദിച്ച എക്സ്പോണൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓപ്ഷൻസ് 2/3, 1/9, 1/3, 9. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഞാനിവിടെ എഴുതാണ്. നമുക്ക് ഈ 9നെയും 27നെയൊക്കെ ഒന്ന് ചെറുതായിട്ട് രൂപമാറ്റി എഴുതാം. 9 ഞാൻ എഴുതുന്നത് 3² എന്നാണ് കേട്ടോ. 3/2.
the whole square into 3 raised to 3 എന്ന് എഴുതാം 27. 3 raised to 3 the whole square into 3 divided by 3 raised to 12. ഇനി ഇതിനെ ഞാൻ ഗുണിച്ചെഴുതുകയാണ് 3 raised to 4 into 3 raised to 6 into 3 all divided by 3 raised to 12. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇൻറ്റു വരുമ്പോൾ നമുക്ക് ഈ എല്ലാ ടേംസും കൂടെ കൂട്ടണം. ഞാൻ എഴുതി 3 raised to 4 plus 6 plus ഇവിടെ 1 ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 ഇടുമ്പോൾ അവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചൊന്നും എഴുതാതെ പോകരുത്. അവിടെ 1 ഉണ്ട്. അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കൂട്ടാൻ. അപ്പൊ ഞാനിവിടെ ഒരു 1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 4 plus 6 എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് 1 എന്ന് പറയുന്നത് 11. 3 raised to 11 divided by 3 raised to 12. ഓക്കെ, ഇനി ഞാൻ ഈ സ്റ്റെപ്പും കൂടെ വായിക്കുന്നുണ്ട്. ഈക്വൽ ടു. ഓക്കെ, അപ്പൊ 11 12 കുറയ്ക്കാനാണെന്നുള്ളത് മനസ്സിലായല്ലോ. 11 12 കുറയ്ക്കുമ്പോ എത്രയാണ്? -1. അപ്പൊ 3 raised to -1. 3 raised to -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി 1/3. നമ്മുടെ ഓപ്ഷനിൽ നോക്കിയേ, നമ്മുടെ ഓപ്ഷൻ സി ആണ് 1/3. ഇത് നമ്മുടെ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അടുത്ത നമ്മുടെ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2x the whole raised to 3 തുല്യമായ പേര്. എന്റെ പാവ ഇവിടെ ഉണ്ട്, അവളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഡിസ്റ്റർബൻസ് ആവുന്നില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, നമ്മുടെ LDC 2011 കാസർഗോഡ് ജില്ലയിലെ ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ ഓപ്ഷൻസ് 2x3, 6x3, 8x2, 8x3. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് ക്വസ്റ്റ്യൻ 2x3. ഓക്കെ, ഇതിൽ ഓരോ ടൈമിനും ഞാൻ ഈ ക്യൂബ് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്താണ്? 2 raised to 3 into x3. അപ്പൊ 2 raised to 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 8 ആണ്. 8x3. നോക്കിയേ, ഓപ്ഷനിൽ 8x3 ഉണ്ടോ? ഉണ്ട്, കണ്ടോ? അപ്പോ ആൻസർ ഈസ് 8x3. അടുത്തത് നമ്മുടെ 32ാമത്തെ ക്വസ്റ്റ്യൻ. 81 the whole raised to 0.25 വില എന്തെന്നുള്ളതാണ്. അതിന്റെ ഓപ്ഷൻസ് 3, 4, 5, none of these. ഇത് 2012 KSRTC റിസർവ് കണ്ടക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനും ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? 81 the whole raised to 0.25. ഞാനിതിനെ എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേറൊരു രൂപത്തിലാക്കുകയാണ്. ഏത് രൂപത്തിലാണ്? ഞാനിവിടെ 81 എന്താക്കുകയാണ്? കൃത്യങ്ക രൂപത്തിലാക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാം 3 raised to 4 ആണ് 81 എന്നുള്ളത്. നമ്മൾ ഇതുവരെ ചെയ്ത പല പ്രോബ്ലംസിലും നമ്മൾ 3 raised to 4 3ന്റെ കൃത്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ 3 raised to 4 എന്നാക്കുകയാണ് 81. 3 raised to 4. ഇനി ഈ 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ 4 ഭാഗം അല്ലേ? അപ്പൊ നമുക്ക് ഈ 0.25 എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം എന്നാണ് അർത്ഥം. അതായത് 1/4 എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇതിന് പകരമായിട്ട് 1/4 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ വരുമ്പോ എന്ത് പറ്റും? നമുക്ക് ഈ 4ഉം ഈ 4ഉം കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോയിട്ട് നമ്മുടെ ആൻസർ നമുക്ക് എളുപ്പത്തിൽ കിട്ടി. എത്രയാണ്? 3. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ 3 ഉണ്ടോ? നമ്മുടെ ഓപ്ഷൻ എ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? 8 raised to 2/3 plus 27 raised to 2/3 എത്ര എന്നുള്ളതാണ്. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് 35, 9, 13. none of this. ഞാൻ ചെയ്യാം. പതിവ് പോലെ തന്നെ നമുക്ക് 8നെ എന്താക്കാം? 2 raised to 3 എന്ന് എഴുതാം. അപ്പൊ ഞാൻ 2 raised to 3 into 2/3 plus 27 എന്തെഴുതാം? 3 raised to 3 എന്ന് എഴുതാം. ഓക്കെ, 3 raised to 3 into 2/3. ഈ 3യും ഈ 3യും ക്യാൻസൽ ആയി, ഈ 3യും ഈ 3യും ക്യാൻസൽ ആയി. അപ്പോ 2 square plus 3 square എന്ന് കിട്ടി. 2 square എത്രയാണ്? 4 plus 3 square എത്രയാണ്? 9. 9 plus 4 എത്രയാണ്? 13.
13 ഉണ്ടോ നോക്കിയേ. നമ്മുടെ ഓപ്ഷൻ സി 13 ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ 2012 KSRTC ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 raised to minus 1/3 into 16 raised to 3/4 വിലയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 1. നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ 8ന് എന്ത് എഴുതി? 2 raised to 3 എന്ന് എഴുതി. 2 raised to 3 into minus 1/3 into 16 നമുക്ക് എന്ത് എഴുതാം? 2 raised to 4 എന്ന് എഴുതാം. ഓക്കെ, 2 raised to 4. 2 raised to 4 into 3/4. ഇനി ഇവിടെ പതിപോലെ തന്നെ ഞാൻ 3യും 3യും ക്യാൻസൽ ചെയ്തു. ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് വന്നു? 2 raised to minus 1 into 2 raised to 3 എന്ന് വന്നു. ഓക്കെ, 2 raised to minus 1 into 2 raised to 3 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മൈനസ് വരുമ്പോൾ നമ്മൾ താഴേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പൊ ഞാനിവിടെ 2 raised to 3 ഡിവൈഡഡ് ബൈ 2 raised to 1 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 2 raised to 2. 3 ന്ന് 1 പോയാൽ 2 raised to 2. 2 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 4 ഉണ്ടോ? 4 നമ്മുടെ ഓപ്ഷനില്. ഓപ്ഷൻ ബി 4. ഓക്കെ, ഇനി നമ്മുടെ 35ാമത്തെ ക്വസ്റ്റ്യൻ. 78.5 സ്ക്വയർ മൈനസ് 77.5 സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര എന്നതാണ്. ഇത് 2013 അറ്റൻഡറിന്റെ എക്സാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ 156, ഓപ്ഷൻ ബി 157, ഓപ്ഷൻ സി 155, ഓപ്ഷൻ ഡി 1. ഓക്കെ, നമുക്കിത് ചെയ്യാം. എന്താണ്? 78.5 സ്ക്വയർ മൈനസ് 77.5 സ്ക്വയർ ആണ്. അപ്പൊ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഞാനിവിടെ എഴുതിയിടാം വേണമെങ്കിലൊന്ന്. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടൈമിലല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 78.5 സ്ക്വയർ മൈനസ് 77.5 സ്ക്വയർ എന്ന്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി എന്ന് വരുമ്പോ എന്ത് വരും? ഇതല്ലേ എ, ഇത് ബിയും. എ പ്ലസ് ബി എന്ന് വരുമ്പോ 78.5 പ്ലസ് 77.5 വരും അല്ലേ, ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ എന്ത് വരും? 78.5 മൈനസ് 77.5. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടാം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 156 ആണ്. അപ്പൊ ഞാനിവിടെ 156 എഴുതി. ഇൻറ്റു ഇവിടെ എത്രയാണ്? 78.5 77.5 പോയാല് നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, 1. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 156. 156 നമ്മുടെ ഓപ്ഷനിലല്ലേ? ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 35 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഇത്രത്തോളം തന്നെ, ഏകദേശം 35 40 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും വരാനുണ്ട്. അപ്പൊ കൃത്യങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു എപ്പിസോഡ് കൂടെ അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടെ ഇനിയും വരുന്നുണ്ട്. എല്ലാവരും കാണുക. പിന്നെ നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാവരും ചെയ്ത് നോക്കണം. എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അല്ലെങ്കിൽ ഇതിൽ മോഡലിലെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പായിട്ടും വരും. അപ്പൊ ആരും മിസ് ചെയ്യരുത്.